വീണ്ടും വാർത്തകളിലേക്ക്. എടത്തിരുത്തി കർമ്മലനാഥ ഫൊറോന ദേവാലയത്തിലെ വിശുദ്ധ സെബസ്റ്റ്യാനോസിന്റെ തിരുനാളിന് കൊടിയേറി. ഫാദർ പോൾ പനംകുളം കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു. തുടർന്ന് വിശുദ്ധ കുർബാന, ലതീഞ്ഞ്, നൊവേന എന്നിവ ഉണ്ടായിരുന്നു. ഈ മാസം 22-ന് പുതുക്കിപ്പണിത പള്ളിയുടെ രജത ജൂബിലി ആഘോഷം നടക്കും. 23-ന് രൂപം എഴുന്നള്ളിച്ചു വയ്ക്കൽ, വീടുകളിലേക്ക് അമ്പെഴുന്നള്ളിപ്പ്, അമ്പ് പ്രദക്ഷിണം എന്നിവ നടക്കും. തിരുനാൾ ദിനമായ ശനിയാഴ്ച രാവിലെ 10 മണിക്ക് നടക്കുന്ന തിരുനാൾ കുർബാനയ്ക്ക് ഫാദർ സിബു കള്ളാപറമ്പിൽ കാർമ്മികത്വം വഹിക്കും. ഫാദർ വിൽസൺ ഇരുത്തറ സന്ദേശം നൽകും. വൈകിട്ട് പ്രദക്ഷിണം, വർണ്ണമഴ എന്നിവയും ഉണ്ടാകും. 26-ന് വിശുദ്ധ എവുപ്രാസ്യാമ്മയുടെ നാമകരണ രൂപതാതല ആഘോഷങ്ങളുടെ ഭാഗമായി രാവിലെ 6:30-ന് അനുസ്മരണ ബലി, ഒപ്പീസ്, രാവിലെ 10 മണിക്ക് എവുപ്രാസ്യ ജന്മഗൃഹത്തിൽ പ്രതിനിധി സമ്മേളനം, 1:30-ന് ആരാധന, 2:30-ന് വിശുദ്ധ കുർബാന, 4 മണിക്ക് പൊതുസമ്മേളനം, കലാപരിപാടികൾ എന്നിവയും നടക്കും. ചടങ്ങുകൾക്ക് വികാരി ഫാദർ പോൾ ഇളങ്ങുന്നപ്പുഴ, അസിസ്റ്റന്റ് വികാരി ഫാദർ ജെയ്സൺ അടയ്ക്കാപ്പറമ്പിൽ എന്നിവർ നേതൃത്വം നൽകും. ശബരിമല അയ്യപ്പ സേവാ സമാജത്തിന് കീഴിൽ തൃപ്പയാറിൽ പ്രവർത്തിക്കുന്ന അയ്യപ്പ സേവാ കേന്ദ്രത്തിന്റെ 2014-15 വർഷത്തെ മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തെ സേവന പ്രവർത്തനങ്ങൾക്ക് ഈ മാസം 16-ന് സമാപനമാകുമെന്ന് ഭാരവാഹികൾ തൃപ്പയാറിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വെള്ളിയാഴ്ച വൈകിട്ട് 4 മണിക്ക് നടക്കുന്ന ചടങ്ങിൽ ഗീതാ ഗോപി MLA അധ്യക്ഷത വഹിക്കും. മണപ്പുറം ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർമാൻ VP നന്ദകുമാർ വിശിഷ്ട അതിഥിയായിരിക്കും. കപിലാശ്രമത്തിലെ സ്വാമി തേജസ്വരൂപാനന്ദ അനുഗ്രഹ പ്രഭാഷണം നടത്തും. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K. ദിലീപ് കുമാർ, നാട്ടിക പഞ്ചായത്ത് പ്രസിഡന്റ് അനിൽ പുളിക്കൻ, തൃപ്പയാർ ദേവസ്വം മാനേജർ VN സ്വപ്ന, ജോഷി ബ്ലാങ്ങാട്ട്, CR വേലായുധൻ, VK രാജു, K. കേശവരാജ് തുടങ്ങി സാമൂഹിക സാംസ്കാരിക രംഗത്തെ നിരവധി പേർ ചടങ്ങിൽ സംബന്ധിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. ചെയർമാൻ മധു ശക്തിധര പണിക്കർ സ്വാഗതവും ജനറൽ കൺവീനർ ശ്രീനാഥ് വിജയൻ റിപ്പോർട്ടും അവതരിപ്പിക്കും. സമാപന സമ്മേളനത്തിന് ശേഷം ഭക്തിഗാനമേള അരങ്ങേറും. 2014 നവംബർ 15-ന് പ്രവർത്തനം ആരംഭിച്ച അയ്യപ്പ സേവാ കേന്ദ്രത്തിൽ 3 ലക്ഷത്തിൽ പരം അയ്യപ്പ ഭക്തന്മാർ എത്തിച്ചേർന്നിരുന്നു. ഇവർക്കുള്ള അന്നദാനം, വിശ്രമം, ആതുര ശുശ്രൂഷ, ശബരിമല യാത്രാ വിവരങ്ങൾ എന്നീ സേവനങ്ങൾ സേവാ കേന്ദ്രത്തിൽ ഒരുക്കിയിരുന്നതായും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഭാരവാഹികളായ ചെയർമാൻ മധു ശക്തിധര പണിക്കർ, C. വാസുദേവൻ, A. സതീഷ് ചന്ദ്രൻ, MV വിജയൻ, EP രവി എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. വലപ്പാട് IHRD കോളേജിൽ നടത്തിയ പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പ് നടത്തി. ഗീതാ ഗോപി MLA വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബീന അജയ് ഘോഷ് അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പാൽ S. സുധ, PTA പ്രസിഡന്റ് സരസ്വതി, കൃഷി കോർഡിനേറ്റർ രാജൻ വാലത്ത്, PK സുഭാഷ് ചന്ദ്രൻ, സഹദേവൻ, അധ്യാപകൻ ഫ്രെഡി, V. വിദ്യാലക്ഷ്മി എന്നിവരും സന്നിധരായിരുന്നു. വഴുതന, ക്യാബേജ്, കോളിഫ്ലവർ, തക്കാളി, പച്ചമുളക്, വെണ്ട എന്നിവയാണ് വിളവെടുപ്പ് നടത്തിയത്. ചന്ദ്രാപ്പനി ശ്രീ കുമാരമംഗലം സമുദായം ക്ഷേത്രത്തിലെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നിർദ്ദിഷ്ട ബാലാലയത്തിന്റെ കട്ടിളവെപ്പ് നടത്തി. ക്ഷേത്രം മേൽശാന്തി ഹരിലാൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം പ്രസിഡന്റ് PK ഹരി പോളിറ്റ്, സെക്രട്ടറി ഗംഗാധരൻ തൈവളപ്പിൽ, രവീന്ദ്രൻ കൊട്ടുക്കൽ, ജയപ്രകാശ് മേനത്തുപറമ്പൻ എന്നിവരും സന്നിധരായിരുന്നു. കയ്പമംഗലം ഗവൺമെന്റ് ഫിഷറീസ് സ്കൂളിൽ SSLC വിദ്യാർത്ഥികൾക്കായി അവധിക്കാല പഠന ക്ലാസ് ആരംഭിച്ചു. റിട്ടയർഡ് DEO K. അബ്ദുൽ റഷീദ് ഉദ്ഘാടനം ചെയ്തു. ചുവപ്പും പച്ചയും കൂടി കലർന്നാലുണ്ടാകുന്ന ചുവപ്പും പച്ചയും മഞ്ഞളും അങ്ങനെ ഓരോരോ കളർ ഉണ്ടാകും. ഇത് ലൈറ്റിന് മാത്രം, പ്രകാശത്തിന് മാത്രം ബാധകമാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും നീല, പച്ച, ചുവപ്പ് പെയിന്റ് കൂട്ടിക്കലർത്തി വെള്ള പെയിന്റ് ഉണ്ടാക്കാൻ പറ്റുന്നത്. അങ്ങനെ പറ്റില്ല. ഇത് ലൈറ്റിന് മാത്രം ബാധകം, പ്രകാശത്തിന് മാത്രം ബാധകം. എന്താണ് പ്രാഥമിക വർണ്ണങ്ങൾ എന്ന് പറഞ്ഞാൽ? നീല, പച്ച, ചുവപ്പ്. എന്താണ് ഈ വർണ്ണങ്ങളുടെ പ്രത്യേകത? ഇവ കൂട്ടിച്ചേർത്ത് മറ്റെല്ലാ വർണ്ണങ്ങളും ഉണ്ടാക്കാം. ഇത് മൂന്നും കൂട്ടിച്ചേർത്ത് വെളുത്ത നിറം ഉണ്ടാക്കാം. മറ്റുള്ള നിറങ്ങളൊക്കെ എന്താണ് വിളിക്കുക? അറിയാം. PTA പ്രസിഡന്റ് BS ശക്തിധരൻ അധ്യക്ഷനായി. PK സുകന്യ, PK വാസു, PT മുരളീധരൻ, KB ബീന, NR രജനി എന്നിവരും സംസാരിച്ചു. ദേശീയ ഗെയിംസിന് മുന്നോടിയായി തളിക്കുളം SNV UP സ്കൂളിൽ വിളംബര ഘോഷയാത്ര സംഘടിപ്പിച്ചു. തളിക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് PI ഷൗക്കത്തലി ഘോഷയാത്ര ഫ്ലാഗ് ഓഫ് ചെയ്തു. ഗെയിംസിനോടനുബന്ധിച്ചുകൊണ്ട് നമ്മുടെ കേരളത്തിലെ മുഴുവൻ വിളംബര ജാഥകൾ ആരംഭിക്കുകയാണ്. തളിക്കുളത്തെ വിളംബര ജാഥ എന്തുകൊണ്ടും SNV UP സ്കൂള് അതിൻ്റെ ആ പാരമ്പര്യം കാത്തുകൊണ്ട് തന്നെ ആദ്യം അവർ തന്നെ അത് ഏറ്റെടുത്തുകൊണ്ട് ഇന്ന് തളിക്കുളം സെൻറ്ററിൽ ഇവിടെ നിന്ന് കുട്ടികൾ സൈക്കിളിൽ ബലൂണുമൊക്കെ കെട്ടിക്കൊണ്ട് നമ്മുടെ ദേശീയ ഗെയിംസിന് വരവേൽക്കുന്നതിന് വേണ്ടിയുള്ള ആ വിളംബര ജാഥ ആരംഭിക്കുകയാണ്. സ്കൂൾ അങ്കണത്തിൽ നിന്ന് ആരംഭിക്കുന്ന ഈ ജാഥയിൽ
ഇവിടെ നിന്നും നൂറുകണക്കിന് കുട്ടികൾ സൈക്കിളിലൂടെ നമ്മുടെ പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലെത്തി തളിക്കുളം സെൻറ്ററിൽ സമാപനം കുറിക്കുകയാണ്. ഈ കുട്ടികൾക്ക് തളിക്കുളം ഗ്രാമപഞ്ചായത്തിൻ്റെ പേരിലും ഇവിടുത്തെ മുഴുവൻ അംഗങ്ങളുടെ പേരിലും എല്ലാവിധ ആശംസകളും നേരുകയാണ്. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM അബ്ദുൽ ജബ്ബാർ, വാർഡംഗം വിനോദൻ നെല്ലിപ്പറമ്പിൽ, PTA MPTA ഭാരവാഹികൾ, സ്കൂൾ മാനേജർ തുടങ്ങിയവർ ചടങ്ങിൽ സന്നിധരായിരുന്നു. തുടർന്ന് സ്കൂളിൽ നിന്ന് ആരംഭിച്ച സൈക്കിൾ റാലി വ്യത്യസ്തമായി. ചരമവാർത്ത. കൂരിക്കുഴി പഞ്ചമള്ളി ഭഗവതി പറമ്പിൽ പരേതനായ രാമന്റെ മകൻ ബാബു നിര്യാതനായി. 43 വയസ്സായിരുന്നു. ഷീനയാണ് ഭാര്യ. അപ്പു, അനിൽ, ബാബു എന്നിവർ മക്കളാണ്. വീണ്ടും പ്രധാന വാർത്തകൾ. മലപ്പാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ത്രിദിന പുസ്തകോത്സവം ആരംഭിച്ചു. കൈമ്പ്രം കാഞ്ഞിരപ്പള്ളി കാർന്നൂർ പാപ്പയുടെ ആണ്ട് നേർച്ച ഭക്തിസാന്ദ്രം. കയ്പമംഗലത്ത് യൂത്ത് ലീഗ് പ്രവർത്തകർ സംഘടിപ്പിച്ച ശബരിമല തീർത്ഥാടകർക്കുള്ള സ്നേഹതമൽ വിശ്രമ കേന്ദ്രം സമാപിച്ചു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.